വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പിശാച് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനും പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോവാതിരിക്കുവാനും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതിയാകും. അത് വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി നാം പ്രാവർത്തികമാക്കിയാൽ പിശാച് നമ്മെ സമീപിക്കുകയേ ഇല്ല. ഏതാണ് ആ 3 കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, പിശാച് അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് വരുമോ, പിശാച് നമ്മെ സമീപിക്കുമോ എന്ന്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നഹു യറാക്കും, നിശ്ചയം പിശാച് നിങ്ങളെ കാണുന്നുണ്ട്, ഹുവ അവനും വ ഖബീലുഹു അവന്റെ ഗോത്രക്കാരും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സൈന്യങ്ങൾ, പിശാചിന്റെ ആളുകൾ, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചിന്റെ ആളുകളൊക്കെ അവർ നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. അവർ നമ്മുടെ സമീപത്തുണ്ട്, നമ്മുടെ സമീപത്തേക്ക് അവർ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകളുടെ മിത്രങ്ങളാക്കിയിരിക്കുന്നു നാം പിശാചിക്കളെ. ഇവിടെ വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്, മിത്രങ്ങൾ എന്നാണ്, എപ്പോഴും കൂടെ ഉണ്ടാകുന്നവർ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളുടെ കൂടെ നിരന്തരം പിശാച് ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ പിശാച് മിത്രങ്ങളായി കൂടെ കൂടുന്ന ആളുകളുണ്ട്. പിശാച് നമ്മൾ കാണാത്ത രൂപത്തിൽ അവനും അവന്റെ സൈന്യങ്ങളും നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നോക്കൂ, നിങ്ങൾ സൂറത്തു അറാഫിലെ തന്നെ 16-17 ആയത്തുകൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പിശാചിന്റെ വാക്കായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, അല്ലാഹുവേ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ, അല്ലെങ്കിൽ നീ എന്നെ വഴി തെറ്റിച്ചതിനാൽ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കുന്നതാണ്. ആർക്ക് വേണ്ടി? സത്യവിശ്വാസികളെ വഴി തെറ്റിക്കുവാൻ വേണ്ടി നേരായ പാതയിൽ ഒരു വിലങ്ങ് തടിയായി ഞാൻ നിൽക്കും. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിറകിലൂടെയും അവരുടെ വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിൽ മഹാഭൂരിപക്ഷത്തെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. നോക്കൂ, പിശാചിക്കൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരുന്നത്? സാക്ഷാൽ ഇബ്ലീസ് തന്നെ നമ്മുടെ മുൻഭാഗത്തുകൂടിയും പിറകിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും എല്ലാം തന്നെ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വരുമെന്ന് മാത്രമല്ല, മഹാഭൂരിപക്ഷത്തെയും അവൻ നന്ദി കെട്ടവനാക്കി തീർക്കും എന്ന് പിശാച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ 97-98 ആയത്തുകളിൽ കാണാം, ഒരു ദുആ ആണ് ഇത്, നാം നടത്തേണ്ട ദുആ ആണ്. ആ ദുആയിലുള്ളത് വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ, വഖുൽ നബിയെ പറയുക, എല്ലാ വിശ്വാസികളും പറയുക, റബ്ബി എന്റെ രക്ഷിതാവേ, അഊദു ബിക ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ഹമസാത്തി ഷയാത്തീൻ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്. ഹംസി എന്ന് പറഞ്ഞാൽ പിശാചുണ്ടാക്കുന്ന ഭ്രാന്ത്, പിശാചിന്റെ ദുർബോധനങ്ങൾ എല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ പിശാചുക്കൾ അതൊക്കെ ചെയ്യും. അതിനുവേണ്ടി അവർ നമ്മുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്, വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, വഅഊദു ബിക അല്ലാഹുവേ നിന്നിൽ ഞാൻ അഭയം തേടുന്നു, റബ്ബി എന്റെ രക്ഷിതാവേ, അൻ യഹ്ദുറൂൻ അവർ എന്റെ അടുക്കൽ ഹാജരാവുന്നതിൽ നിന്ന്. അപ്പോൾ പിശാചുക്കൾ നമ്മുടെ അടുക്കൽ ഹാജരാവും. ആ പിശാച് നമ്മുടെ മനസ്സുകളിൽ വസ്വാസുകൾ ഉണ്ടാക്കും, ദുർബോധനം ചെയ്യും. അതേപോലെയുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പിശാച് ഉണ്ടാക്കും. അതിൽ നിന്നെല്ലാം അങ്ങനെ പിശാച് അതിനുവേണ്ടി എന്നെ സമീപിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ ഈ ഖുർആനിക വചനങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പോയിന്റ് എന്താണ്? നിരന്തരം നമ്മുടെ പിറകിലൂടെ, മുൻഭാഗത്തുകൂടെ, ഇടതുഭാഗത്തുകൂടെ എല്ലാം തന്നെ, വലതുഭാഗത്തുകൂടെയും എല്ലാം തന്നെ നിരന്തരം പിശാച് വരികയും
നന്ദി കെട്ടവരാക്കി തീർക്കുവാനും നേരായ പാതയിൽ നിന്ന് നമ്മെ തടയുവാനും നമുക്ക് പല നിലക്കുമുള്ള മാനസിക പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ പിശാച് നമ്മെ സമീപിക്കും എന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എങ്കിൽ പിശാച് നമ്മുടെ അടുക്കലേക്ക് വരാതിരിക്കാനും ഇനി അഥവാ അവൻ വന്നാൽ തന്നെ അവന്റെ ദുർബോധനങ്ങളിൽ നമ്മൾ പെട്ടുപോവാതിരിക്കുവാനും അവന്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോവാതിരിക്കുവാനും എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തത് പിശാച് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പിശാച് തന്നെ തോൽവി സമ്മതിച്ച ഒരു വിഭാഗമുണ്ട്. അവരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ മതി. ഏതാണത്? സൂറത്തുൽ ഹിജ്റിലെ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമാണ്. ആ അധ്യായത്തിലെ 36 മുതൽ 42 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അവിടെ ഇബ്ലീസ് പറയുകയാണ്, ഖാല റബ്ബി ഫഅൻളിർനി ഇലാ യൗമി യുബഅസുൻ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് ആയുസ് നീട്ടിത്തരണമേ. പിശാചിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ആയുസ് നൽകിയിട്ടുണ്ട്, അവനെ സൃഷ്ടിച്ച അന്നു മുതൽ. ഖാല ഫഇന്നക മിനൽ മുൻളരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് അവധി നീട്ടി നൽകപ്പെട്ടിരിക്കുന്നു. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസം വരെ, അഥവാ ഖിയാമത്ത് നാൾ വരെ. അപ്പോൾ പിശാച് വീണ്ടും പറയുകയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി. അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി, മനുഷ്യർക്ക് ഭൂമിയിലുള്ളതെല്ലാം ഭംഗിയുള്ളതാക്കി ഞാൻ തോന്നിപ്പിക്കും, അഥവാ അവരെ കബളിപ്പിക്കും. വല ഉഗ്വിയന്നഹും അജ്മഈൻ, ആ കബളിപ്പിക്കലിലൂടെ അവരിൽ മഹാഭൂരിപക്ഷത്തെയും അല്ല അവരിൽ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. എന്നാൽ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള അടിമകളെ ഒഴികെ അവരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം, നിശ്ചയം ഇതാകുന്നു എൻ്റെ നേരായ വഴി. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും, എൻ്റെ സാക്ഷാൽ അടിമകളുടെ മേൽ നിനക്ക്